നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് 12th സ്റ്റാൻഡേർഡിൻ്റെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് പേപ്പേഴ്സ് ആണ്. അതിലാദ്യം നമ്മൾ നോക്കുന്നത് ലാസ്റ്റ് ഇയറിൻ്റെ, അതായത് മാർച്ച് 2025 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ എങ്ങനെയാണെന്ന് അറിയാമായിരിക്കും അല്ലേ. അപ്പോൾ ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് 8 ക്വസ്റ്റ്യൻസ് തരും. അത് കഴിഞ്ഞ് 6 ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യണം. ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വെച്ചിട്ടുള്ളത്. ആ ഒരു സെക്ഷനാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കിയുള്ള സെക്ഷൻസ് നമുക്ക് ഓരോരോ വീഡിയോകളിലായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഓരോ ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്യുമ്പോൾ അതിനെ പറ്റിയിട്ടും നമ്മൾ പറയുന്നുണ്ട്, അതിൻ്റെ ഡെഫിനിഷനോ അല്ലെങ്കിൽ ആ മോഡൽ വേറെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യണം എന്നുള്ള രീതിയിലുള്ള ഒരു ചെറിയ ഡിസ്ക്രിപ്ഷനും കൂടി നമ്മൾ തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ക്വസ്റ്റ്യൻസ്ക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എല്ലാത്തിലും എ ബി എന്ന് പറഞ്ഞിട്ട് 2 ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് എ എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അത് ഡിഫൈൻഡ് ഓൺ നാച്ചുറൽ നമ്പർ. എന്ന് പറഞ്ഞത് എന്താണ്? നാച്ചുറൽ നമ്പറിൻ്റെ സെറ്റാണ്. നമുക്ക് ഫംഗ്ഷൻ ഡിഫൈൻഡ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയേ. fn is equal to 2n. കണ്ടോ, fn is equal to 2n എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പർ ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് എന്ന് പറയുന്നത് നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇതിൽ ഓപ്ഷൻ എഴുതിയിട്ടില്ല. അതായത് 1 ആണോ, ഓൺ 2 ആണോ, അതോ 1 ആണോ, ഓൺ 2 അല്ല, അല്ലെങ്കിൽ ഓൺ 2 ആണ് 1 അല്ല എന്നുള്ള രീതിയിൽ. അപ്പം എന്താണ് ഈ 1 ഓൺ 2 എന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇനി ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അത് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ ഈ 1 എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്കൊരു സെറ്റ് തന്നിട്ടുണ്ടാവും അല്ലേ. ഈ ഒരു സെറ്റിൽ നിന്ന് വേറൊരു സെറ്റിലേക്ക് നമ്മളിങ്ങനെ ഒരു ഫംഗ്ഷൻ ഡിഫൈൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് എക്സോ ഇത് വൈ ആയിട്ട് എടുക്കാം, ഡൊമൈനോ റേഞ്ചും. അപ്പം നമുക്ക് ഇതിലുള്ള ഓരോ എലമെൻറ്റിനും നമുക്കിവിടെ വൈയിൽ എന്ത് വേണം? എലമെൻറ്റ് ഉണ്ടായിരിക്കണം, അതായത് ഡിഫറെൻറ്റ് എലമെൻ്റ് ആയിരിക്കണം. ഇപ്പം ഇതിൽ നമ്മൾ 1, 2 എടുത്തു. അപ്പോൾ ഇവിടെ 1നും 2നും സെയിം എലമെൻറ്റ്, അതങ്ങനെ പറ്റില്ല. എല്ലാത്തിനും ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് വേണം. അതാണ് എന്ത് 1 എന്ന് പറയുന്നത്. ഇനി ഓൺ 2 എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ നേരെ തിരിച്ച് വൈയിലുള്ള ഓരോ എലമെൻറ്റിനും എല്ലാ എലമെൻറ്റിനും എക്സിനെ ഒരു എലമെൻറ്റ് ഉണ്ടായിരിക്കണം. ഡിഫറെൻറ്റ് വേണമെന്നൊന്നുമില്ല, പക്ഷെ വൈയിൽ എത്ര എലമെൻറ്റ് ഉണ്ടോ അതിനെല്ലാത്തിനും നമുക്ക് അവിടെ ഒരു പ്രീ ഇമേജ്, നമ്മളൊരു പ്രീ ഇമേജ് എന്ന് പറയാം. എക്സ് എന്ന് വൈയിലേക്ക് പറയുമ്പോൾ ഇമേജ് വേണമെന്ന് പറയും. അപ്പം 1 എന്ന് പറയുമ്പോൾ എക്സിൽ നിന്ന് വൈയിലേക്ക് ഇമേജ്, ഡിഫറെൻറ്റ് ഇമേജ് വേണം. ഓൺ 2 എന്ന് പറയുമ്പം വൈയിലുള്ള ഓരോന്നിനും എക്സിൽ എന്ത് വേണം? പ്രീ ഇമേജ്. വൈയിലുള്ള എല്ലാ എലമെൻറ്റിനും വേണം. ഏതെങ്കിലും ഒരു എലമെൻറ്റിനെ എക്സിൽ പ്രീ ഇമേജ് ഇല്ലെങ്കിൽ അത് ഓൺ 2 അല്ല. അപ്പോൾ മനസ്സിലായല്ലോ. ഇത് രണ്ടും സാറ്റിസ്ഫൈ ആണെങ്കിൽ നമ്മൾ ആ ഫംഗ്ഷനെ ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയും. അപ്പോൾ ഇവിടെ നോക്കിയേ, f(n) is equal to 2n. അപ്പോൾ നമുക്കൊന്ന് വരച്ച് നോക്കാം. ഇപ്പം എന്നിന് നമുക്ക് 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകും അല്ലേ. ഇവിടെ നമുക്ക് എന്താ വേണ്ടത്? 2n. 2n എന്ന് പറയുമ്പോൾ എന്നിന് 1 കൊടുക്കുമ്പം 2 വരും, എന്നിന് 2 കൊടുക്കുമ്പോൾ 4 വരും, അതുപോലെ എന്നിന് 3 കൊടുക്കുമ്പം 6 വരും, അങ്ങനെ അല്ലേ. അപ്പോൾ 1ന് 2, 2ന് 4, 3ന് 6, 4ന് 8 അങ്ങനെ പോകും. അപ്പോൾ എല്ലാത്തിനും ഡിഫറെൻറ്റ് ഇമേജ് ആണ് വരുന്നത് അല്ലേ. അപ്പോൾ ഫംഗ്ഷൻ 1 ആണ്. പക്ഷേ ഇവിടെയുള്ള ഓരോന്ന് നോക്കിയേ, 2നുണ്ട്, പക്ഷെ ഇവിടെ ചിലതിന് ഇവിടെ എലമെൻറ്റ് വരുന്നുണ്ടോ? ഇല്ല. തിരിച്ചവിടെ ഇത് നമുക്ക് ഇവിടെ എന്താണ്? 1, 2, 3, 4 ഇത് സെറ്റ് നമ്മൾ 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് തന്നെ എടുക്കണം കേട്ടോ. പക്ഷേ 1ന് 2 ആണ്, 2ന് 4 ആണ്. പക്ഷേ ഇവിടെ കിടക്കുന്ന ഈ 1നും 3ക്കും തിരിച്ചിവിടെ പ്രീ ഇമേജ് ഉണ്ടോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് അതെന്താണ്? ഓൺ 2 അല്ല. അപ്പോൾ 1 മാത്രമാണ്, ഓൺ 2 അല്ല. അപ്പോൾ ഇങ്ങനത്തെ മോഡൽ വന്നു കഴിഞ്ഞാൽ ഈ ഡെഫിനിഷൻ ഓർത്ത് വെച്ചിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യാം. ഇനി അതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്കൊരു റിലേഷൻ തന്നിട്ടുണ്ട്, 1, 4, 2, 5, 3, 6. അപ്പോൾ എ എന്ന് പറയുന്ന സെറ്റ് 1, 2, 3 ആണ്. ബി എന്ന് പറയുന്ന സെറ്റ് എന്താണ്? 4, 5, 6, 7. നമുക്കിവിടെ വരച്ചിട്ട് തന്നെ നോക്കാം. 1, 2, 3. ബി എന്ന് പറയുന്ന സെറ്റ് തന്നിരിക്കുന്നത് 4, 5, 6, 7. ഈ ഒരു റിലേഷൻ എന്ന് പറയുന്നത് ബൈജക്ഷൻ ആണോ അല്ലയോ, ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണോ അല്ലയോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? 1 ഓൺ 2 സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് 1 ചെക്ക് ചെയ്ത് നോക്കാം. 1 നോക്കിയേ, 1ന് കറസ്പോണ്ടിങ് ആയിട്ട് 4, 2ന് കറസ്പോണ്ടിങ് ആയിട്ട് 5, 3ന് കറസ്പോണ്ടിങ് ആയിട്ട് 6. അപ്പോൾ ഇവിടെയുള്ള എല്ലാ എലമെൻറ്റിനും ഇവിടെ പ്രീ ഇമേജ് കിട്ടി. അപ്പോൾ 1 ആണ്. ഇനി ഓൺ 2 തിരിച്ച് നമ്മൾ ബിയിലെ ഓരോ എലമെൻറ്റിനും ഇവിടെ പ്രീ ഇമേജ് ഉണ്ടോ എന്ന് നോക്കാം. 4ന് 1 ഉണ്ട്, 5ന് 2 ഉണ്ട്, 6ന് 3 ഉണ്ട്, പക്ഷെ 7ന് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ 7ന് അവിടെ ഒരു പ്രീ ഇമേജ് വന്നിട്ടില്ല. അതുകൊണ്ട് അത് ഓൺ 2 ആണോ? ഓൺ 2 അല്ല. അപ്പോൾ 1 ആണ്, ഓൺ 2 അല്ല. അതുകൊണ്ട് അത് ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണോ? അല്ല. മനസ്സിലായല്ലോ. നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ മെട്രിക്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. എ എന്ന് പറയുന്നത് ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്.
എ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഐ പ്ലസ് എ ഐഡന്റിറ്റി മെട്രിക്സ് ആണ് ഐ പ്ലസ് എ ദ ഹോൾ ക്യൂബ് മൈനസ് 7a അതിൻ്റെ വാല്യൂ എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് കൊടുക്കാം അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഈ ഒരു സംഭവം ഉണ്ടല്ലോ അല്ലേ, അത് നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. എ പ്ലസ് ബി ദ ഹോൾ ക്യൂബ് ഉപയോഗിച്ച് നമുക്ക് ഐ പ്ലസ് എ ദ ഹോൾ ക്യൂബ് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. അപ്പോൾ എ ക്യൂബ് പ്ലസ് 3a സ്ക്വയർ ബി, അല്ല ഇവിടെ ഐ ആണല്ലോ ആദ്യം വരുന്നത്, ഐ സ്ക്വയർ എ പ്ലസ് 3ia സ്ക്വയർ പ്ലസ് എ ക്യൂബ് മൈനസ് പിന്നെ അവിടെ ഒരു 7a ഉണ്ട്. ഇനി ഇവിടെ നോക്കിയേ, ഐ ക്യൂബ് എന്ന് പറയുന്നത് ഐ തന്നെ, ഐഡന്റിറ്റി മെട്രിക്സ് അല്ലേ, ഐ തന്നെയാണ്. പ്ലസ് 3i സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3a തന്നെയാണ്. 3ia സ്ക്വയർ എന്ന് പറയുമ്പോൾ 3a സ്ക്വയർ ആണ്. പിന്നെ എ ക്യൂബ് മൈനസ് 7a ഐ പ്ലസ് 3a പ്ലസ് നമ്മളിവിടെ തന്നിട്ടുണ്ട് എന്താണ്, എ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ ആണെന്ന്. അപ്പോൾ 3a സ്ക്വയർ എനിക്ക് 3a എന്ന് എഴുതാലോ, പ്ലസ് എ ക്യൂബ് മൈനസ് 7a. 3a പ്ലസ് 3a 6a, 6a മൈനസ് 7a മൈനസ് എ, तो ഐ മൈനസ് എ എന്ന് എഴുതി. പ്ലസ് പിന്നെ ബാക്കി ആരുണ്ട്, എ ക്യൂബ്. എ ക്യൂബിന് നമുക്ക് എന്ത് എഴുതാം, എ സ്ക്വയർ ഇൻറ്റു എ എന്ന് എഴുതാം അല്ലേ. ഐ മൈനസ് എ പ്ലസ് ഈ എ സ്ക്വയർ എന്താണ്, എ തന്നെയാണ്. അപ്പം എ ഇൻറ്റു എ. ഇനി ഐ മൈനസ് എ ഇൻറ്റു എ എന്താണ്, എ സ്ക്വയർ ആണ്. എ സ്ക്വയർ എന്ന് പറയുന്നത് വീണ്ടും എന്ത് തന്നെയാണ്, എ തന്നെയാണ്. അപ്പോൾ നോക്കിയേ, മൈനസ് എയും പ്ലസ് എയും ക്യാൻസലായി. അപ്പോൾ എന്ത് മാത്രമുള്ളത്, ഐഡന്റിറ്റി മെട്രിക്സ് ഐ ആണ്. ഇപ്പോൾ കണ്ടില്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം. ഇനി അതിൽ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമുക്ക് രണ്ട് മെട്രിക്സ് കണ്ടോ, ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തപ്പോൾ എന്ത് കിട്ടി, ഇങ്ങനൊരു മെട്രിക്സ് ആണ്. അപ്പോൾ ഇതിലെ കണ്ട ചില വാല്യൂസ് എക്സിനും വൈയിലാണ് തന്നിരിക്കണം. ആ എക്സും വൈയും എന്താണെന്നുള്ളത് നമുക്കൊന്ന് കണ്ടുപിടിച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് എക്സ് ഉള്ള സാധനം ആദ്യം എടുക്കാം, നമ്മുടെ ഫോർത്ത് എലമെൻറ്റ്. ഇപ്പോൾ 2 ഇൻറ്റു എക്സ് പ്ലസ് ആണ്. കറസ്പോണ്ടിങ് ഇവിടെ ആരാ കിടക്കുന്നത്, 2 അല്ലേ. നമ്മൾ കറസ്പോണ്ടിങ് എലമെൻ്റ് ആണ് ആഡ് ചെയ്യേണ്ടത്. ഈക്വൽ ടു ഇവിടെ ആരെ കിട്ടി, ഫോർത്ത് എലമെൻ്റ് ആയിട്ട് 8. 2x + 2 is equal to 8. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, 2x is equal to 8. ഈ +2 ഇവിടെ വന്നപ്പോൾ -2 ആയി, അതായത് 8 - 2 6. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 2x is equal to 6 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ x is equal to 6/2, അതായത് എന്താണ്, 3 ആണ്. എക്സിൻ്റെ വാല്യൂ 3 എന്ന് കിട്ടി. ഇനി നമുക്ക് y കണ്ടുപിടിക്കണം. അപ്പോൾ y കിടക്കുന്നത് ഇവിടെയാണ്, നമ്മുടെ ഫസ്റ്റ് എലമെൻറ്റ്. അപ്പോൾ ഇവിടെ എന്തുണ്ട്, 2 × 1 2 പ്ലസ് x പ്ലസ് y ഈക്വൽ ടു ഇവിടുത്തെ ഫസ്റ്റ് എലമെന്റ് എന്താണ്, 8. ഇപ്പോൾ 2 പ്ലസ് എക്സിൻ്റെ വാല്യൂ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, പ്ലസ് y is equal to 8. 2 + 3 എന്താണ്, 5. 5 + y is equal to 8. y is equal to 8 - 5, അതായത് 3 എന്ന് കിട്ടി. കണ്ടോ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 3 തന്നെയാണ്, വൈയുടെ വാല്യൂ 3 തന്നെയാണ്. ഇനി നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ, നമുക്കൊരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ഇത് ഏതിൻ്റെ ഗ്രാഫാണെന്നുള്ളത്, ഇത് നമ്മുടെ y is equal to sin ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫാണ്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ തന്നെ കോസ് ഇൻവേഴ്സ് എക്സിൻ്റെയും ടാൻ ഇൻവേഴ്സ് എക്സ്, അതുപോലെ കോസ് എക്സ് സൈൻ എക്സ്, അതിൻ്റെയൊക്കെ ഗ്രാഫ് ഒന്ന് നോക്കി വെക്കുക. ചിലപ്പോൾ ആ ഗ്രാഫ് തന്നിട്ട് അത് ഏത് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ്റെ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് അറിയുകയാണെങ്കിൽ ജസ്റ്റ് അത് എഴുതുക, നമ്മുടെ 1 മാർക്ക് കിട്ടി. അപ്പോൾ അതെല്ലാം ഒന്ന് ഇതിൻ്റെ കൂടെ ഒന്ന് നോക്കി വെക്കുക കേട്ടോ. അതിൽ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമുക്കൊരു ഇത് തന്നിട്ടുണ്ട്, ഇത് സിംപ്ലിഫൈ ചെയ്ത് കൊടുക്കണം. ടാൻ ഇൻവേഴ്സ് ഓഫ് √1 + x² -1. ഈ -1 റൂട്ടിൻ്റെ ഉള്ളിലല്ല, ഡിവൈഡഡ് ബൈ എക്സ് നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്യണം. പുട്ട് x is equal to tan θ. അപ്പോൾ നമുക്കിവിടെ തീറ്റ എന്ത് വരും, തീറ്റ ഈ ടാൻ ഇങ്ങോട്ട് വരുമ്പോൾ ടാൻ ഇൻവേഴ്സ് ആവും അല്ലേ. അപ്പോൾ θ is equal to tan ഇൻവേഴ്സ് x. ഇനി നമുക്ക് x is equal to tan θ നമ്മളിതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണേ. ടാൻ ഇൻവേഴ്സ് ഓഫ് √1 പ്ലസ് നമ്മുടെ എക്സ് എന്താണ്, ടാൻ. അപ്പോൾ ഇവിടെ ടാൻ സ്ക്വയർ തീറ്റ -1 ഡിവൈഡഡ് ബൈ എക്സ് എന്നുള്ളടത്ത് ടാൻ തീറ്റ. അപ്പോൾ ടാൻ ഇൻവേഴ്സ് ഓഫ് 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്താണ്, സെക് സ്ക്വയർ തീറ്റ. പിന്നെ റൂട്ട് സെക് സ്ക്വയർ ആകുമ്പോൾ എന്താവും, സീക് തീറ്റ. സെക്കെന്നും സീക്കെന്നും നമുക്ക് പറയാം. സിക് തീറ്റ -1 ഡിവൈഡഡ് ബൈ ടാൻ തീറ്റ. ഞാൻ ഒറ്റയടിക്ക് എഴുതിയതാണ് ആ സ്റ്റെപ്പ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സീക് തീറ്റ അല്ലെങ്കിൽ സെക് തീറ്റ എന്ന് പറയുന്നത് എന്താണ്, 1 കോസ് തീറ്റ -1 സൈൻ തീറ്റ. ടാൻ തീറ്റ എന്ന് പറയുന്നത് സൈൻ തീറ്റ കോസ് തീറ്റ. ഇനി നമുക്ക് ഇവിടെ ഒന്ന് LC എടുക്കാം.
ടാൻ ഇൻവേഴ്സ് ഓഫ് 1 മൈനസ് ഈ കോസ് തീറ്റ ഇങ്ങോട്ട് എടുക്കുക 1 മൈനസ് കോസ് തീറ്റ ബൈ കോസ് തീറ്റ കണ്ടോ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ എന്നോ അല്ലെങ്കിൽ LCM എന്നൊക്കെ പറയാം ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. ഇപ്പം ഈ ഒരു കോസ് തീറ്റയും ഈ ഒരു കോസ് തീറ്റയും നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇവിടെ എന്ത് വന്നു? ദാറ്റ്സ് ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് 1 മൈനസ് കോസ് തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ എന്ന് കിട്ടി. ഈ 1 മൈനസ് കോസ് തീറ്റ ബൈ സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ടാൻ തീറ്റ ബൈ 2 ആണ്. അപ്പോൾ ടാൻ ഇൻവേഴ്സ്, ഈ ടാൻ ഇൻവേഴ്സ് എഴുതാൻ മറക്കരുത്, ടാൻ തീറ്റ ബൈ 2. ഇതൊക്കെ നമ്മൾ റിസൾട്ടിൽ പഠിച്ചിട്ടുള്ളതാണ്. ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ തീറ്റ ബൈ 2 എന്ന് പറയുന്നത് എന്താണ്? തീറ്റ ബൈ 2 അല്ലേ? ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ എന്ന് പറയുമ്പോൾ ആ ഫംഗ്ഷൻ തീറ്റ ബൈ 2. തീറ്റ നമ്മൾ ആരായിരുന്നു? ടാൻ ഇൻവേഴ്സ് എക്സ്. അപ്പം തീറ്റ ബൈ 2 എന്ന് പറയുമ്പോൾ തീറ്റയുടെ സ്ഥാനത്ത് ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ 2 അല്ലെങ്കിൽ 1/2 ടാൻ ഇൻവേഴ്സ് എക്സ്. അതാണ് നമ്മുടെ വാല്യൂ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഇൻക്രീസിങ് ഫംഗ്ഷൻ ഇൻ RN? അപ്പോൾ ഈ തന്നിരിക്കണേലെ ഇൻക്രീസിങ് ഫംഗ്ഷൻ ഏതാണ്? നമ്മുടെ x³ ആണ് ഇൻക്രീസിങ് ഫംഗ്ഷൻ. ഇനി ഇൻക്രീസിങ് ഡിക്രീസിങ് എങ്ങനെ ചെക്ക് ചെയ്യാന്നുള്ളത് അടുത്ത ക്വസ്റ്റ്യനിലുണ്ട്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഫൈൻഡ് ദ ഇന്റർവെൽ ഇൻ വിച്ച് ദ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, അത് ഇൻക്രീസിങ്ങും ഡിക്രീസിങ് ആവുന്നുള്ള ഇന്റർവെൽ കണ്ടുപിടിച്ച് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്റർവെൽ കാണാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? ഇതിൻ്റെ ഡെറിവേറ്റീവ് എഴുതണം. നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പ് നോക്കണേ. എഫ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് f' ഇസ് ഈക്വൽ ടു x² ആണെങ്കിൽ എന്താണ്? 2x മൈനസ് 4x എന്ന് പറയുമ്പോൾ 4 പ്ലസ് 6 എന്ന് പറയുമ്പോൾ 0. ഇപ്പോൾ 2x മൈനസ് 4. അപ്പോൾ ഇൻക്രീസിങ് ആയാലും ഡിക്രീസിങ് ആയാലും നമുക്ക് എന്ത് വേണം? f' ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ട് നമുക്കതിൽ എക്സിൻ്റെ വാല്യൂ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അപ്പോൾ എന്ത് കിട്ടും? 2x മൈനസ് 4 ഇസ് ഈക്വൽ ടു 0. ഇപ്പോൾ 2x ഇസ് ഈക്വൽ ടു 4. അപ്പോൾ x ഇസ് ഈക്വൽ ടു 4/2. അതായത് എക്സിൻ്റെ വാല്യൂ നമുക്ക് 2 എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ ഇൻ്റർവെൽ എന്താണ്? x ഇസ് ഈക്വൽ ടു 2. അപ്പോൾ -∞ മുതൽ 2 വരെയും 2 തൊട്ടിട്ട് ഇൻഫിനിറ്റി വരെ, അങ്ങനെ 2 ഇൻ്റർവെൽ കിട്ടി. ഇനി ഇതിൽ ഏത് ഇൻ്റർവെല്ലാണ് എന്ത് ഇത് ഇൻക്രീസിങ്ങും ഡിക്രീസിങ്ങും ആവുക എന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് -∞ 2 എന്ന് പറഞ്ഞ ഇൻ്റർവെൽ എടുക്കാം. അപ്പോൾ അതിലത്തെ ഏതെങ്കിലും ഒരു എലമെൻറ്റ് നോക്കിയേ. സേ x ഇസ് ഈക്വൽ ടു 1. 1 എന്ന് പറയുന്നത് ഈ ഒരു ഇൻ്റർവെല്ലിൻ്റെ ഇടയിലേക്ക് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് അത് എടുക്കാം. x ഇസ് ഈക്വൽ ടു 1. അപ്പോൾ നമ്മൾ അതിൻ്റെ ഡെറിവേറ്റീവ് ചെക്ക് ചെയ്യാണ്. f'1 f'(x) നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ? അതിൽ എക്സിന് നമുക്ക് 1 കൊടുക്കാം. അപ്പോൾ 2 × 1 - 4, അതായത് 2 - 4 എന്ത് കിട്ടി? -2. ഈ -2 എന്താണ്? 0നേക്കാൾ ചെറുതാണ് അല്ലേ? <0 ആണ്. അപ്പോൾ നമുക്ക് അതിനെന്ത് പറയാം? ഡിക്രീസിങ് ഫംഗ്ഷൻ. അപ്പോൾ ഈ ഒരു ഇൻ്റർവെൽ എന്താണ്? ഇതാണ് നമ്മുടെ ഡിക്രീസിങ്. അപ്പോൾ ഡിക്രീസിങ് ആവണത് ഏത് ഇൻ്റർവെല്ലാണ്? -∞ ടു 2. ഇനി അടുത്ത ഇൻ്റർവെൽ എടുക്കാം. 2 ഇൻഫിനിറ്റിയിലെ ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു വാല്യൂ കൊടുക്കുക. അപ്പോൾ നമുക്ക് x ഇസ് ഈക്വൽ ടു 3 കൊടുക്കാം. അപ്പോൾ നമുക്ക് f'3 കണ്ടുപിടിക്കാം. ഡെറിവേറ്റീവിലാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 2 × 3 - 4. 2 3s are 6. 6 - 4 എത്രയാണ്? 2. കണ്ടോ? >0 ആണ്. അപ്പോൾ ഈ ഒരു ഇൻ്റർവെൽ എന്താണ്? ഇത് ഇവിടെ ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഇൻക്രീസിങ് ആവണത് ഏത് ഇൻ്റർവെല്ലാണ്? ഇൻ്റർവെല്ലാണ് നമ്മളോട് ചോദിച്ചത്. 2 അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ കണ്ടുപിടിക്കാനായിട്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമുക്കൊരു ഫംഗ്ഷൻ ഇവിടെ അവർ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. f ഫ്രം R to R ഡിഫൈൻഡ് ബൈ f of x is equal to kx plus 1 if x less than or equal to pi. അതായത് പൈനേക്കാൾ ചെറിയ വാല്യൂ ആണെങ്കിൽ ഇതും നെഗറ്റീവ് ആണ്, ലെസ് ദാൻ ആണെങ്കിൽ kx plus 1 എന്ന് പറയുന്ന ഫംഗ്ഷനും, അതുപോലെ പൈനേക്കാൾ ഗ്രേറ്റർ ആണെങ്കിൽ cos x എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനുമാണ്. ഇവിടെ നമുക്ക് കെയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അവർ തന്നിരിക്കുന്ന ഒരു ക്ലൂ ആണ് എന്ത്? എഫ് ഇവിടെ കണ്ടിന്യൂസ് ആണ്. ആണെങ്കിൽ കെയുടെ വാല്യൂ എന്തായിരിക്കും? അപ്പോൾ എഫ് ഇവിടെ കണ്ടിന്യൂസ് ആണ് എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? കണ്ടിന്യൂസിലെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുന്നതാണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ മൈനസ് എഫ് ഓഫ് എക്സ്. പൈ മൈനസിൽ ഏതാ ഫംഗ്ഷൻ വരിക? കെ എക്സ് പ്ലസ് 1. ദാറ്റ്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ പ്ലസ് ഗ്രേറ്റർ ദാനിൽ ഏതാ ഫംഗ്ഷൻ? കോസ് എക്സ്. കണ്ടോ? നമുക്ക് ആ വാല്യൂസ് ഇട്ട് കൊടുക്കാം. നമുക്ക് എക്സിന് പൈ എന്നുള്ള വാല്യൂ കൊടുക്കാം. അപ്പോൾ കെ പൈ പ്ലസ് 1 ഇസ് ഈക്വൽ ടു ഇവിടെ കോസ് പൈ. നമുക്കറിയാം കോസ് പൈയുടെ വാല്യൂ എന്താണ്? -1 ആണ്. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി? കെ പൈ പ്ലസ് 1 ഇസ് ഈക്വൽ ടു -1. അപ്പോൾ കെ പൈ ഇസ് ഈക്വൽ ടു -1. ഈ +1 ഇങ്ങോട്ട് വരുമ്പോൾ -1, അതായത് -2.
അപ്പോൾ കെയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? -2 ഡിവൈഡഡ് ബൈ പൈ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് എഫ് ഓഫ് ടു. പൈയുടെ വാല്യൂ എത്രയാണ്? 3.14 ആണ്. അപ്പോൾ ഈ എഫ് ഓഫ് 2 എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് ഫംഗ്ഷൻ എടുക്കേണ്ടത്? പൈനേക്കാൾ വാല്യൂ കുറഞ്ഞതല്ലേ, നമ്മുടെ ഫസ്റ്റ് ഫംഗ്ഷൻ ആണ് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഫംഗ്ഷൻ ചൂസ് ചെയ്യണത് ശ്രദ്ധിച്ചിട്ട് വേണം ചൂസ് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ എഫ് ഓഫ് 2 എന്ന് പറയുമ്പം kx+1 അല്ലേ, കെയുടെ വാല്യൂ എന്താണ്? -2/π, എക്സിൻ്റെ വാല്യൂ 2 + 1 കണ്ടോ. അപ്പോൾ -4/π + 1, അല്ലെങ്കിൽ നമുക്കിതിനെ -4 + π ഡിവൈഡഡ് ബൈ പൈ എന്ന് എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെയും എഴുതാം. നമ്മുടെ 6th ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇന്റഗ്രൽ e⁻x sin x + cos x, ഇതിൻ്റെ വാല്യൂ എന്താണെന്ന് ഇത് നമുക്ക് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ ഇതൊക്കെ ചെയ്തിട്ട് എങ്ങനെ ആൻസർ കിട്ടാനാ, ഇങ്ങനെ ഒരു MCQ ടൈപ്പ് ക്വസ്റ്റ്യനിലെ. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണെന്ന് അറിയോ, ഇങ്ങനൊരു റിസൾട്ട് ഉണ്ട്. ഇന്റഗ്രൽ e⁻x f(x) + f'(x) dx is equal to e⁻x f(x) + c. അതായത് ബ്രാക്കറ്റിനുള്ളിലെ ഒരു ഫംഗ്ഷനും അതിൻ്റെ തന്നെ സെയിം ഡെറിവേറ്റീവും ആണെങ്കിൽ നമ്മുടെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് എന്താണ്? e⁻x f(x) ആ ഫംഗ്ഷൻ. ഇവിടെ ഫംഗ്ഷൻ്റെ സ്ഥാനത്ത് ആരാണ്? sin x ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് e⁻x sin x + c കണ്ടോ. അപ്പോൾ ഇത് നമുക്ക് ഒറ്റയടിക്ക് കിട്ടും ആ ഒരു റിസൾട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. ഇനി അതിൻ്റെ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇന്റഗ്രൽ 0 to 1 tan inverse x ഡിവൈഡഡ് ബൈ 1 + x² dx. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം? ഇതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. പുട്ട് tan inverse x എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് കൊടുക്കാം? അതിനെ t എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇതിനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ tan inverse x എന്ന് പറയുന്നത് 1/1 + x², എക്സിൻ്റെ dx is equal to dt. ഈ 1/1 + x² dx എന്ന് പറയുന്നത് നമുക്ക് dt കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ ലിമിറ്റ് നോക്കിയേ. when x എന്ന് പറയുന്നത് 0, x 0 ആണെങ്കിൽ t എന്ത് കിട്ടും? t is equal to tan inverse x-ന് 0 കൊടുത്തു. tan inverse 0 എന്ന് പറയുന്നത് 0 ആണ്. ഇനി x is equal to 1 ആണെങ്കിൽ t is equal to tan inverse 1. tan inverse 1, ടാനിൻ്റെ വാല്യൂ എപ്പോഴാണ് 1 വരിക? π/4 അല്ലേ. അപ്പോൾ നമുക്ക് ഇതെന്തായി? 0 to 1 എന്ന് പറയുന്നത് 0 to π/4. tan inverse x എന്ന് പറയുന്നത് t. 1/1 + x² dx എന്താണ്? dt കണ്ടോ. t dt എന്ന് പറഞ്ഞിട്ട് ആയി. t എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ t²/2 വിത്ത് റെസ്പെക്ട് ടു 0 to π/4. ആ 1/2 നമുക്ക് കോമൺ ആയിട്ട് ഇങ്ങോട്ട് എടുക്കാം. ടിക്ക് π/4 കൊടുക്കുമ്പോൾ അതിൻ്റെ സ്ക്വയർ π²/16 - 0. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? π²/2 × 60. ഈ 0 ക്യാൻസൽ ചെയ്യാം അല്ലേ, 32 എന്ന് നമുക്ക് വാല്യൂ കിട്ടി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം, നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യണ്ട. തീറ്റ എന്ന് പറയുന്നത് 2 വെക്ടേഴ്സ് ഉണ്ട്, എയും ബിയും. അതിൻ്റെ ഇടയിലുള്ള ആംഗിൾ ആണ്. അതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റും ക്രോസ് പ്രോഡക്റ്റും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ തീറ്റ എന്തായിരിക്കും? ഡോട്ട് പ്രോഡക്റ്റ് നമുക്കറിയാം എന്താണ്? AB cos θ ദാറ്റ്സ് ഇസ് ഈക്വൽ ടു AB sin θ ആണ് ക്രോസ് പ്രോഡക്റ്റ്. AB ക്യാൻസലായി. അപ്പോൾ cos θ = sin θ. എവിടെയാണ് കോസും സൈനും ഈക്വൽ ആയിട്ട് വരിക? തീറ്റയുടെ ഏത് വാല്യൂവിലാണ്? π/4. അപ്പോൾ π/4 ആണ് നമ്മുടെ തീറ്റയുടെ വാല്യൂ. ഇനി ഒരു യൂണിറ്റ് വെക്ടർ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. വെക്ടർ നമുക്ക് തന്നിരിക്കുന്നത്, വെക്ടർ A തന്നിരിക്കുന്നത് i - k. അപ്പോൾ യൂണിറ്റ് വെക്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ വരിക? യൂണിറ്റ് വെക്ടർ ഇസ് ഈക്വൽ ടു വെക്ടർ A ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വെക്ടർ, അതായത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഒന്ന് നമുക്ക് കണ്ടുപിടിക്കാം. √(x² + y² + z²), അതായത് ഇതിൻ്റെ കമ്പോണൻറ്റ് അല്ലേ, അത് 1 തന്നെയാണ്. അപ്പോൾ 1² പ്ലസ് ഇതിൻ്റെ ആണെങ്കിൽ -1, -1ൻ്റെ സ്ക്വയർ 1 തന്നെ. അപ്പോൾ √1 + 1 2. അപ്പോൾ ഇവിടെ എഴുതി നോക്കിയേ i - k. വെക്ടർ എഴുതി താഴത്ത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എഴുതുക √2. കണ്ടോ, ഇതാണ് യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 8 ക്വസ്റ്റ്യൻ നമുക്ക് 6 അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഞാനിവിടെ എല്ലാം പറഞ്ഞു എന്ന് മാത്രം. ഇത് പ്രോബബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് 0.8, പ്രോബബിലിറ്റി ഓഫ് ബി 0.5. ഇവിടെ കണ്ടീഷണൽ പ്രോബബിലിറ്റിയാണ് തന്നിരിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ചെയ്യണം. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ആദ്യ ഡെഫിനിഷൻ ചെയ്ത് പ്രോബബിലിറ്റി ഓഫ് b/a is equal to പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ് വേണ്ടത്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി is equal to പ്രോബബിലിറ്റി ഓഫ് b/a ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ.
പ്രോബിലിറ്റി ഓഫ് ബി ബൈയുടെ വാല്യൂ നമുക്ക് തന്നിരിക്കുന്നത് 0.4 ആണ്. പ്രോബിലിറ്റി ഓഫ് എയുടെ വാല്യൂ 0.8. അപ്പോൾ നമുക്ക് അവിടെ എന്ത് കിട്ടി? 0.32. ഇതാണ് നമ്മുടെ പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത്. ഇനി അതിൽ രണ്ടാമത്തെ തന്നിരിക്കുന്നത് പ്രോബിലിറ്റി ഓഫ് എ ബൈ ബി കാണാനാണ്. പ്രോബിലിറ്റി ഓഫ് എ ബൈ ബി എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് ബി ആണ്. എ ഇൻ്റർസെക്ഷൻ ബി ഇപ്പോൾ നമുക്കിവിടെ കിട്ടിയില്ലേ? 0.32 ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് ബി എന്ന് പറയുന്നത് എന്താണ്? ബി എന്ന് പറയുന്നത് 0.5 ആണ്. ഇത് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡെസിമൽ മാറ്റിയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കിട്ടും 0.64 എന്നുള്ളത്. ഇതിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി തന്നിട്ടുണ്ട്. ഈ രണ്ട് ഇവൻറ്റ്സ് എയും ബിയും എന്താണ്? ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് ആണോ എന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമുക്കറിയോ? അതായത് ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് ആവണമെങ്കിൽ ഒന്നുകിൽ പ്രോബിലിറ്റി ഓഫ് എയും ബിയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? അതിൻ്റെ ഇൻ്റർസെക്ഷൻ കിട്ടണം. പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി ഈസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഇവിടെ പ്രോബിലിറ്റി ഓഫ് എ എത്രയാണ്? 0.8 ആണ്. പ്രോബിലിറ്റി ഓഫ് 0.5 ആണ്. അതായത് 0.4 കിട്ടുക. പക്ഷേ പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി 0.32. അപ്പോൾ അതവിടെ ഈക്വൽ ആണോ? ഈക്വൽ അല്ല. അതുകൊണ്ട് ഇത് ഇൻഡിപെൻഡൻ്റ് ആണോ? ഇൻഡിപെൻഡൻ്റ് അല്ല. അല്ലെങ്കിൽ നമുക്ക് വേറൊരു റിസൾട്ട് ഉപയോഗിക്കാം. പ്രോബിലിറ്റി ഓഫ് എ ബൈ ബി എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് എ ആയിരിക്കണം. അതുപോലെ പ്രോബിലിറ്റി ഓഫ് ബി ബൈ എ എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് ബിയും ആയിരിക്കണം. അപ്പോൾ അതും ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇത് ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് അല്ല. അപ്പോൾ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കുറച്ച് സ്പീഡ് കൂടുതലാണെന്ന് തോന്നുന്നു. നമുക്ക് 8 ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്യാനുള്ളത് കൊണ്ടാണ് സ്പീഡാക്കിയത്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്